ഹലോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ ബാക്കി പോളിനോമിയൽസിൽ ക്വസ്റ്റ്യൻ നോക്കുക. എഗെയിൻ ഒരു ഫിഗറാണ്. ഈ ഫിഗറിൽ എത്ര സീറോസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര സീറോസ് ഉണ്ട്? സീറോസ് ഉണ്ട് എക്സിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് അല്ലേ. അപ്പോൾ ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. അപ്പോൾ 3 സീറോസ് ഉണ്ട്. ഏതൊക്കെയാണ് 3 സീറോസ് ചോദിച്ചാൽ ഒന്ന് -3, ദെൻ ഇവിടെ എത്രയാണ് -1, ദെൻ 2. ഫിഗർ ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മതി. കണ്ടോ, -3, -1, 2. ഓക്കെ അല്ലേ? ഇതാണ് ഇതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ ദി എബോവ് ഗ്രാഫ് ഹൗ മെനി സീറോസ് ആർ ദെയർ ഫോർ ദ പോളിനോമിയൽ? നമുക്കറിയാം എത്രയാണ്? 3. ദെൻ ദ 3 സീറോസ് ഇൻ ദ എബോവ് ഗ്രാഫ്സ് ആർ എന്താണ്? -3, -1, 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ബി ദി എക്സ്പ്രഷൻ ഓഫ് ദി പോളിനോമിയൽ? അപ്പോൾ ഈ സീറോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു പോളിനോമിയൽ ഉണ്ടാക്കാം? അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനിപ്പോൾ ഒരു പോളിനോമിയൽ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് x² -1 എന്ന് പറയുന്നൊരു പോളിനോമിയൽ. ഈ പോളിനോമിയലിനെ നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്യാം. എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? ഏതൊക്കെ 2 പോളിനോമിയൽസ് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ഈ പോളിനോമിയൽ കിട്ടുക? അല്ലെങ്കിൽ ഇതിൻ്റെ റൂട്ട്സ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമുക്ക് അറിയാം, ഒരു 10 എന്ന നമ്പറിനെ ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് 25 കിട്ടും അല്ലേ? അതുപോലെ x² -1നെ നമ്മൾ റൂട്ട്സ് കണ്ടുപിടിക്കുക. നമ്മൾ =0 കൊടുക്കുന്നു. ദെൻ x² നമുക്ക് 1 എഴുതാലോ. -1 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +1. ദെൻ x ഈ സ്ക്വയർ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്ത്? √1 എന്ന് കിട്ടും. √1ൻ്റെ വാല്യൂ എന്താണ്? +1 അല്ലേ? ഒന്നെങ്കിൽ നമുക്ക് x =1 എന്നും x -1 എന്നുള്ള വാല്യൂ കിട്ടി. സെറ്റല്ലേ? അപ്പോൾ x =1 ആണെങ്കിൽ അതിൻ്റെ ഫാക്ടർ ഒന്നെന്താണ്? x -1 ആണ്. x -1 ആണെങ്കിൽ അതിൻ്റെ ഫാക്ടർ എന്താണ്? x +1 ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നമ്മുടെ ഗിവൺ പോളിനോമിയൽ കിട്ടുന്നുണ്ടോ നോക്കണ്ടേ? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. x × x എന്താണ്? x². x × 1 ഈസ് x. ദെൻ -1 × x ഈസ് -x. ദെൻ -1 × 1 ദാറ്റ് ഈസ് -1. ദെൻ ഈക്വൽ ടു ഈ എക്സും -xും ക്യാൻസൽ ചെയ്യുന്ന റിസൾട്ട് ഈസ് x² -1. അതിനല്ലേ നമ്മൾ തുടങ്ങിയത്? x² -1ൻ്റെ ഫാക്ടേഴ്സ് നമുക്ക് എന്തെഴുതാം? അപ്പോൾ x +1 × x -1 എന്നെഴുതിക്കൂടെ? ഈ മെത്തേഡ് തന്നെയാണ് നമുക്ക് ഇനി എന്ത് ചെയ്യേണ്ടത്? ഈ ഗിവൺ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? നമ്മളിതൊക്കെ ഒന്ന് വായിച്ചളയാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം എന്താ അറിയണം? നമ്മുടെ സീറോസ് -3, -1, 2. ഓക്കെ അല്ലേ? ഇപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ആറാണ് നമ്മുടെ റൂട്ട് എന്നുണ്ടെങ്കിൽ x - r എന്നായിരിക്കും ഫാക്ടറായിട്ട് എഴുതുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ -3 ആണ് റൂട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഫാക്ടർ എന്താണ്? x +3. ഓക്കെ അല്ലേ? അടുത്ത ഫാക്ടർ -1 ആണ്. അപ്പോൾ അടുത്ത ഫാക്ടർ എന്താണ്? x +1. നെക്സ്റ്റ് റൂട്ട് 2 ആണ്. അപ്പോൾ ഫാക്ടർ എന്തായിരിക്കും? x -2. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് 3 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നമ്മുടെ ഗിവൺ പോളിനോമിയൽ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക? x +3 × x +1 × x -2. ഓക്കെ അല്ലേ? ദെൻ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. അതിന് നമുക്കിത് രണ്ടും കൂടെ ഈ സെറ്റ് നമുക്ക് ആദ്യം സെറ്റാക്കാം. x × x x² + x × 1 x + 3 × x 3x + 3 × 1 3 ഇൻറ്റു ബാക്കി എന്തുണ്ട്? x -2 ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ തന്നെ ഒന്ന് ചെറുതാക്കാം. ഈ x + 3x നമുക്ക് 4x എഴുതാമല്ലോ. നമ്മുടെ ആൻസർ എന്തായി? x² + 4x + 3 × x -2. ഇനി വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് x² × x എത്രയാണ്? x³ നമുക്കൊന്ന് കളർ ചേഞ്ച് ചെയ്യാം കേട്ടോ. x³ പിന്നെ x² -2 -2x². ദെൻ 4x × x + 4x². ദെൻ 4x × -2 -8x + 3 × x 3x. ദെൻ ലാസ്റ്റ് 3 × -2 -6. ഓക്കെ. ദെൻ ഈക്വൽ ടു ഒരേപോലത്തെ ടേംസൊക്കെ ഇതിൽ സെറ്റാക്കിക്കാം. x² ടേംസ് 2 ഉണ്ട്. x³ 1 തന്നെ ഉള്ളൂ. അപ്പോൾ ഒരു x³. -2x² + 4x² വാല്യൂ എന്താണ്? +2x². ദെൻ -8x + 3x. അപ്പോൾ -5x ആൻഡ് കോൺസ്റ്റൻ്റ് ഒന്നുള്ളൂ -6. ദിസ് ഈസ് അവർ റിക്വയർഡ് പോളിനോമിയൽ. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. നമ്മുടെ ഓപ്ഷൻ അവിടെ
നമ്മുടെ ഓപ്ഷനിൽ എന്താ വേണ്ടത് നമുക്ക് എക്സ് ക്യൂബ് പ്ലസ് 2x² മൈനസ് 5x മൈനസ് 6. അപ്പോൾ ഓപ്ഷൻ എ കണ്ടോ, എക്സ് ക്യൂബ് പ്ലസ് 2x² മൈനസ് 5x മൈനസ് 6. സെറ്റല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ റൂട്ട് നമ്മൾ ഫാക്ടേഴ്സ് ആക്കി എടുത്തു. അപ്പം -3 ആണെങ്കിൽ x+3, -1 x+1 2x -2. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ നമുക്ക് റിസൾട്ടൻറ്റ് പോളിനോമിയൽ കിട്ടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് p ഫ്രം ദ പോളിനോമിയൽ x² പ്ലസ് 3x പ്ലസ് p ഇഫ് വൺ ഓഫ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ ഈസ് 2. അപ്പോൾ ഒരു 0 2 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്ന് ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് പീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്താലോ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്, x² പ്ലസ് 3x പ്ലസ് p ഈക്വൽ ടു 0 കൊടുക്കാം. നമുക്ക് പോളിനോമിയൽ അതാണ്, നമുക്ക് സോൾവ് ചെയ്യാൻ ഈക്വൽ ടു 0 കൊടുത്തു. ഒരു 0 2 ആണെന്നെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 0 റൂട്ട് 1 2 ആണ്. 2 എന്ന് വെച്ചാൽ എന്താണ്, ഒരു റൂട്ട് തന്നു എന്ന് വെച്ചാൽ എക്സിന് പകരം നമുക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടു 0 കിട്ടണം എന്നാണല്ലോ നമ്മുടെ മീനിങ്. ഇപ്പോൾ ഈ x² പ്ലസ് 3x പ്ലസ് p നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിനൊരു വാല്യൂ എന്ത് കിട്ടും, 2 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ എന്താണ്, എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എക്സിന് പകരം എന്ത് കൊടുക്കുക, 2 കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ എക്സിന് സ്ഥാനത്ത് 2 കൊടുത്താൽ 2² പ്ലസ് 3 × 2 പ്ലസ് p ഈക്വൽ ടു 0 എന്നെഴുതിക്കൂടെ. 2² 4 ആണ്, 3 × 2 ഈസ് 6 പ്ലസ് p ഈക്വൽ ടു 0. 6 + 4 10, 10 പ്ലസ് p ഈക്വൽ ടു 0. ദെൻ വാല്യൂ ഓഫ് p ഈസ് ഈക്വൽ ടു -10. സെറ്റല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, അതിൻ്റെ 0 2 ആണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് p എന്നാണ്. അപ്പോൾ ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഡസ് ദ പോളിനോമിയൽ a⁴ പ്ലസ് 4a² പ്ലസ് 5 ഹാവ് റിയൽ സീറോസ്? ഈ ഒരു പോളിനോമിയലിന് റിയൽ സീറോസ് ഉണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമ്മൾ റിയൽ സീറോസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാണ്, പോളിനോമിയൽ a⁴ പ്ലസ് 4a² പ്ലസ് 5. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. ഇതിന് റിയൽ സീറോ ഉണ്ടോ ഇല്ലയോ? അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത് എന്താണ്, b² മൈനസ് 4ac ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. b² മൈനസ് 4ac വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിന് 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട് ഉണ്ടെന്ന് പറയാം. ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ 2 റിയൽ റൂട്ട്സ് ഉണ്ടായി, രണ്ടും ഈക്വൽ ആയിരിക്കും. ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ അതിന് റിയൽ റൂട്ട്സ് ഇല്ല. അപ്പോൾ ഇതിന് റിയൽ റൂട്ട്സ് ഉണ്ടോ ഇല്ലയോ എന്നാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ നമുക്ക് ലെസ് ദാൻ 0 കിട്ടിയാൽ മതി അല്ലേ. ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ b² മൈനസ് 4ac വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് റിയൽ റൂട്ട്സ് ഉണ്ട് എന്ന് പറയാം. ലെസ് ദാൻ b² മൈനസ് 4ac വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്കറിയാം നോട്ട് റിയൽ റൂട്ട്സ് എന്ന് പറയാം. സെറ്റല്ലേ? അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. a⁴ പ്ലസ് 4a² പ്ലസ് 5. അപ്പോൾ ഇതിന് നമ്മൾക്ക് റിയൽ റൂട്ട്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ചെക്ക് ചെയ്യേണ്ട ക്രൈറ്റീരിയ നമ്മുടെ എന്താണ്, b² മൈനസ് 4ac. ബീൻ്റെ വാല്യൂ എന്താണ്, b എന്ന് പറഞ്ഞാൽ നമ്മൾ a² കോഎഫിഷ്യൻ്റ് ആണ്. ഇവിടെ ഏതാ വരിക, 4 ആണ് b. ദെൻ എൻ്റെ വാല്യൂ എന്താണ്, എൻ്റെ വാല്യൂ ഫസ്റ്റത്തെ കോഎഫിഷ്യൻ്റ് ആണ്, എൻ്റെ വാല്യൂ ഈസ് 1. c എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടൈം ആണ്. അപ്പോൾ cൻ്റെ വാല്യൂ 5. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ b² മൈനസ് 4 സോൾവ് ചെയ്യുമ്പോൾ b² 4² മൈനസ് 4 ഇൻറ്റു എൻ്റെ വാല്യൂ 1 ഇൻറ്റു c ഈസ് കോൺസ്റ്റൻറ്റ് 5 equal to 4² is 16 minus 4 into 5 is 20. Then 16 minus 20 is minus 4. It is less than 0. This 0-നേക്കാളും ചെറുതല്ലേ, നെഗറ്റീവ് നമ്പേഴ്സ് 0ൻ്റെ താഴെയല്ലേ. സോ ഇറ്റ് ഹാവ് നോ റിയൽ റൂട്ട്സ്. സെറ്റല്ലേ?